കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷത്തെ കഠിനാധ്വാനത്തിന് ശേഷം ഞാൻ നേടിയെടുത്ത എന്റെ സമ്പാദ്യം കാണിക്കാൻ വേണ്ടിയാണ് ഇന്ന് റീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാ ഞങ്ങൾ ഇതൊക്കെ കാണിച്ചിട്ട്? നിങ്ങൾക്ക് കാണണം. മറ്റു പലരും എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, ഈ 10 വർഷം കഷ്ടപ്പെട്ട് നീ എന്തുണ്ടാക്കി, 10 വർഷത്തെ IT ജോബ് കൊണ്ട് നീ എന്ത് നേടി, ഞാൻ എന്ത് നേടി എന്ന് നിങ്ങളായിട്ട് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് നമ്മൾ അവരെ പ്രൂവ് ചെയ്ത് കാണിക്കണം നമ്മൾ എന്ത് നേടി. കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ പല രാത്രികളും ഓവർ ടൈം വർക്ക് ചെയ്തു. ലാസ്റ്റ് എന്താ പറയുക, ഡെഡ് ലൈൻസ് ഒരുപാട് കണ്ടു. ലാസ്റ്റ് ചേഞ്ച് അല്ലെങ്കിൽ ലാസ്റ്റ് എഡിറ്റ് എന്നുള്ള മെസ്സേജുകൾ സഹിച്ച് അങ്ങനെ ആയിട്ട് ഭയങ്കര പോസിറ്റീവായിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ട് നമ്മൾ നേടിയെടുക്കുമ്പോഴല്ലോ നമുക്ക് കിട്ടുന്ന ഒരു ഫീലുണ്ട്. പലർക്കും ഇത് കാണുമ്പോൾ കുശുമ്പ്, അസൂയ, കണ്ണേടി ഇതൊക്കെ തോന്നും. പക്ഷെ മറ്റുള്ളവരുടെ വളർച്ചയിൽ നമ്മൾ കുശുമ്പ് അസൂയൊന്നും കണ്ടിട്ട് കാര്യമില്ല. കഷ്ടപ്പെടാനുള്ളൊരു മനസ്സ് വേണം. സ്ഥലത്ത് എത്തിപ്പെടുന്നോടം വരെ നമ്മൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യണം. ഇതൊക്കെ നേടിയെടുക്കുന്നവന് മാത്രമേ ലൈഫിൽ സക്സസ് ആവാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എന്താണ് നേടിയത്? ചത്തു തൂങ്ങിയ 2 കണ്ണുകൾ, ദൂരെയുള്ളതും അടുത്തുള്ളതുമായി കാണാൻ പറ്റാത്ത കണ്ണിന്റെ കൃഷ്ണമണികൾ, നെക്ക് പെയിൻ, ബാക്ക് പെയിൻ, 2 കൈകളുടെ റിസ്റ്റ് പ്രോബ്ലം, പിന്നെ ബോണസായി കിട്ടുന്ന 2 കൈകളുടെയും പാട്, അതൊക്കെ കഴിഞ്ഞ് തഴമ്പിച്ച 2 പാടുകൾ, പിന്നെ വൈറ്റമിൻ D ഡെഫിഷ്യൻസി, ഫുൾ സ്ട്രെസ്. ആ സ്ട്രെസ്സിൻ്റെ ഇടയിലായിട്ട് വരുന്നതാണ് വൺ പിമ്പ്, പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ഈ ഹെയർ ലോസ്. അപ്പോൾ ഇതിനു മുമ്പ് കാണിച്ചത് എന്താണെന്ന് ചോദിക്കും, ഫുള്ള് പുട്ടിയാണ് മക്കളെ, ഫുള്ള് പുട്ടി. അതൊക്കെ ഇട്ടാലാണ് നിങ്ങൾ വിചാരിക്കും ഈ കോർപ്പറേറ്റ് വർക്കുകാർ ഇതിന് മാത്രം ലെയർ ബൈ ലെയർ ആയിട്ട് മേക്കപ്പ് ഒക്കെ ഇടുന്നത് എന്തിനാണ്? ഇതൊക്കെ മറക്കണ്ടേ ഒന്ന്. ഇതിനൊക്കെ പുറമെ നമുക്ക് ഏറ്റവും വലിയൊരു ലൈഫ് ടൈം സെറ്റിൽമെന്റ് ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് നമ്മുടെ ബാക്ക് പെയിൻ. സത്യത്തിൽ പറഞ്ഞ ജീവിതം തന്നെ മടുത്തൊരവസ്ഥയിലാണ്. പിന്നെ കഞ്ഞി കുടിച്ച് പോകണ്ടേന്ന് ഓർത്ത് നമ്മൾ അങ്ങ് പോകും. പിന്നെ നമുക്ക് കിട്ടുന്ന പാക്കേജിനെ കുറിച്ച് അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ നിങ്ങൾക്ക് ഹൈ പാക്കേജ് അല്ല കിട്ടുന്നത്? അത് കിട്ടുന്നതിൻ്റെ പകുതിയിൽ 1/4 ഭാഗവും ഹോസ്പിറ്റൽ ബില്ല്, കുഴമ്പ്, വിക്സ്, മൂവ്, സ്പ്രേ, പെയിൻ കില്ലേഴ്സ്, പിന്നെ ഈ സ്പെക്സിനൊക്കെ മാറ്റി ഇടയ്ക്കിടയ്ക്ക് മേടിക്കേണ്ട മക്കളെ. അത് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇരുന്നുള്ള വർക്ക് ആയതുകൊണ്ട് നമ്മൾ തിന്നിട്ട് നേരെ കയറി കസേരയിൽ ഇരിക്കുവാണല്ലോ. അപ്പോൾ നമ്മുടെ തടിയൊക്കെ അങ്ങോട്ട് കയറും. പിന്നെ നമുക്ക് ഫാറ്റി ലിവറായി, വയറിന് ഗ്യാസ് കെട്ടലായി എന്ന് വേണ്ട എല്ലാ അസുഖങ്ങളും പിടിപെടും. കാരണം നമ്മൾ വർക്കൗട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് പിന്നെ പറയുവാണെങ്കിൽ മൊത്തത്തിൽ പറഞ്ഞ എല്ലാ അവയവങ്ങളും പോകും, തകരാറിലാകും നമ്മുടെ. ഇത് പ്രത്യേകിച്ച് നമുക്ക് ഈ IT ജോബുകാർക്കാണ് ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് കേട്ടോ. എൻ്റെ മോനെ, നമ്മൾ പകലൊക്കെ അങ്ങനെ ഇങ്ങനെ കറക്റ്റായിട്ട് ഇരിക്കാതെ കാലുമേ കാല് കയറ്റി വെച്ച്, കാല് കമ്പ്യൂട്ടറിൻ്റെ ചെയറിൻ്റെ മുകളിൽ കയറ്റി വെച്ച്, അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് കൈയൊക്കെ ഇങ്ങനെയൊക്കെ വെച്ച് കറക്റ്റ് പൊസിഷനിൽ ഇരിക്കുകയില്ല. ഒരു 10 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും അവിടെ പെയിൻ, ഇവിടെ പെയിൻ, ഡിസ്കിന് തേയ്മാനം എന്ന് വേണ്ട എല്ലാം വരും. മൊത്തത്തിൽ എല്ലാം തേഞ്ഞ അവസ്ഥയിലാവും നമ്മൾ.